അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ആയാലോ. എന്തായാലും സവാള എല്ലാം അരിഞ്ഞു. വിഴുക്കിന് തോരത്തിനും സവാള അരിയാനുണ്ടായിരുന്നു. നേരത്തെ വിഴുക്കിന് തോരത്തിന് അരിയുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പം സവാളയെല്ലാം അരിഞ്ഞ് വിഴുക്കിനുള്ള സെക്ഷനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങയും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വെച്ചു. പിന്നെ വിഴുക്കിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് ചീനച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ എടുത്ത് കരിവേപ്പില ഇട്ട് തോരത്തിനും അപ്പോഴേ അങ്ങ് ഉപ്പിട്ട് ഇളക്കി വെച്ചു. പിന്നെ വിഴുക്കും തോരനൊക്കെ ഒരു സൈഡിൽ ഇരുന്ന് അങ്ങോട്ട് ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഇട്ട് തോരത്തിനുള്ള കൂട്ട്, അതായത് അരപ്പ് തയ്യാറാക്കി. അങ്ങനെ അത് നോക്കി. അപ്പോൾ വിഴുക്കും തോരനും അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്കടുത്ത മീനിൻ്റെ പ്രിപ്പറേഷനാണ്. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും അടുത്ത മീനിൻ്റെ സെക്ഷനായി. അതിനായിട്ട് പിന്നെ അരപ്പ് പറയണ്ടല്ലോ. അങ്ങനെ അരച്ച് അതും അടുപ്പിൽ വെച്ച് നല്ല ഫ്രഷ് ചൂരക്കറിയായിരുന്നു. എന്തായാലും വറുത്തരയ്ക്കാനൊന്നും നിന്നില്ല. അപ്പോഴത്തേക്കും സമയം 2 മണി കഴിഞ്ഞിരുന്നു. എന്തായാലും നല്ലൊരു ഫുഡും കഴിച്ചു. ബൈ.